നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഞ്ചി കൃഷി ചെയ്യുന്നത് നഷ്ടമാണെന്ന് ചില കർഷകർ പറയുന്നുണ്ട്. എന്നാൽ ഇഞ്ചി കൃഷിയിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി നോക്കൂ, കിട്ടും ഇരട്ടി വിളവ്. ഇഞ്ചി ഇല്ലാത്ത ഒരു ദിവസമുണ്ടാകില്ല അടുക്കളയ്ക്ക്. കറികളിലും സ്നാക്സിലുമടക്കം ഭക്ഷണങ്ങളിൽ ഇഞ്ചിയുടെ സാന്നിധ്യം വലുതാണ്. പലപ്പോഴും മാർക്കറ്റിൽ നിന്ന് തീ വിലയ്ക്ക് വാങ്ങുന്നതാകട്ടെ രാസവളങ്ങൾ ഇട്ട് പെരുപ്പിച്ചെടുത്ത ഇഞ്ചികളാകും. അതിനാകട്ടെ ഗുണത്തേക്കാളേറെ ദോഷങ്ങളാണ് തരാനുണ്ടാവുക. കൃഷി ചെയ്യാൻ ആവശ്യത്തിന് ഭൂമിയില്ലെന്ന് പറയുന്നവർക്ക് ഇഞ്ചി കൃഷിക്കായി ഇനി വലിയ റിസ്ക് എടുക്കേണ്ടതില്ല. ഗ്രോ ബാഗിൽ ഇഞ്ചി കൃഷി പരീക്ഷിച്ചു നോക്കൂ, സംഗതി ക്ലിക്കാകും എന്നാണ് പരീക്ഷിച്ചവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. മണ്ണിൽ തടമൊരുക്കി കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പലതരം തലവേദന ഒഴിവാക്കാൻ പറ്റുന്നതിനൊപ്പം മികച്ച വിളവും കിട്ടും. ടെറസിലും മുറ്റത്തും വീടിനരികിൽ തുടങ്ങി എവിടെ വേണമെങ്കിലും കൃഷി ചെയ്യാം. മണ്ണ് കുറച്ചുള്ള രീതിയാണ് ഗ്രോ ബാഗിൽ പരീക്ഷിക്കേണ്ടത്. ചകിരിച്ചോറ്, ചാണകപ്പൊടിയും മണ്ണും സമാസമം ചേർത്ത് തയ്യാറാക്കുന്ന പ്രോട്ടീൻ മിശ്രിതത്തിൽ ഗ്രോ ബാഗ് ഒരുക്കിയാൽ 70 ഗ്രാം വരെ തൂക്കമുള്ള വിത്ത് 2 കുഴികളിൽ പാകാം. സാധാരണ കൃഷിയിലെന്ന പോലെ വേനലിൽ നനച്ചു കൊടുക്കാം. വളപ്രയോഗം കൂടി നടത്തിയാൽ കരുത്തോടെ വളരും. വേഗം രോഗം ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ നല്ല ശ്രദ്ധ വേണം. ഏതെങ്കിലും ചെടിക്ക് രോഗം ബാധിച്ചാൽ അവയെ എടുത്തു മാറ്റിയാൽ മറ്റുള്ളവയെ സംരക്ഷിക്കാനുമാകും. അതേസമയം വാണിജ്യ ആവശ്യത്തിനായി ഇത്തരത്തിൽ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇഞ്ചി വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. മികച്ച വിപണി ഉറപ്പാക്കുന്നതും ഇഞ്ചി കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.